ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ PSCയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പുതിയ SCRTയിലെ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. 9th സ്റ്റാൻഡേർഡ് ആണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോഗ്രഫിയാണ് നോക്കിയത്. ഓക്കെ, ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഉത്തരമഹാസമതലത്തിനെ കുറിച്ചിട്ടും ഉത്തരപർവ്വത മേഖലയെ കുറിച്ചിട്ടും ഉപദ്വീപീയ പീഠഭൂമിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് എക്സാംസിനായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾ എന്തായാലും പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കണം. അടുത്തതായിട്ടുള്ള ഭൂവിഭാഗം എന്ന് പറയുന്നത് ഏതായിരിക്കും? മരുഭൂമികൾ അല്ലെ. മരുഭൂമികളെ കുറിച്ചിട്ടാണ് അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറേയധികം വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഇതിൽ ആടുജീവിതത്തിലെ ഒരു കോട്ട് കൊടുത്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്തരീക്ഷമാകെ ചുവന്നു കലങ്ങിയിരിക്കുന്നു, ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല, എങ്ങും മൂടൽ മഞ്ഞ് മാത്രം. ഞങ്ങൾ ഏതാണ്ട് അരയ്ക്ക് താഴേക്ക് മണ്ണിൽ പൂഴ്ന്നു പോയിരുന്നു. അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി, നേരെ കൺമുന്നിലുണ്ടായിരുന്ന ഒരു മണ്ണുമല അവിടെ കാണാനേ ഇല്ലായിരുന്നു. പകരം ഞങ്ങൾ ഓടിയിടത്ത് ഒരു വലിയ മണ്ണുമല രൂപം കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചതുപോലെ. നിങ്ങൾ ആടുജീവിതം ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഇങ്ങനത്തെ കുറെ ഇൻസ്റ്റൻസസ് ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ മെയിൻ ആളാരാണ്? മരുഭൂമിയാണ് അല്ലെ. അപ്പൊ മരുഭൂമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോ ചെയ്ത് വെക്കുകയാണെങ്കിൽ, മരുഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 25 സെന്റിമീറ്ററിൽ കുറവ് വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ മെയിൻ ആയിട്ടും എന്തെന്ന് പറയുന്നത്? ഒരു മരുഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ്? 25 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ മരുഭൂമികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയാം? നമുക്ക് 25 സെന്റിമീറ്ററിൽ കുറവ് വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ മരുഭൂമികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എത്രയാണ്? 25 സെന്റിമീറ്ററുടെ 25 സെന്റിമീറ്റർ കുറവ് വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. ഇനി മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ആ ഒരു പദം എടുത്തിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഓക്കെ, ലാറ്റിൻ ഭാഷയിലെ ഡെസേർട്ടം എന്ന വാക്കിൽ നിന്നാണ് നമ്മൾ ഡെസേർട്ട് എന്നുള്ള വാക്കം എടുത്തിട്ടുള്ളത്. ആൻഡ് അതിനർത്ഥം വരുന്നത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ്. ഓക്കെ, ഡെസേർട്ടം എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ്. ഇനി ഡെസേർട്സിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്ത് പറയുന്നു? അത് എറമോളജിയാണ്. ഓക്കെ, ഇത് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എറമോളജി എന്താണ്? മരുഭൂമി. ഓക്കെ, മരുഭൂമിയെ കുറിച്ചിട്ടുള്ള പഠനത്തിനെയാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് മരുഭൂമികളെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. മരുഭൂമികളെ എന്താക്കാം? നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഉഷ്ണ മരുഭൂമികളും അതുപോലെ തന്നെ ശീത മരുഭൂമികളും. ഓക്കെ, എന്തൊക്കെയാണ്? മരുഭൂമികളെ രണ്ടായി തിരിക്കുന്നത് എങ്ങനെയാണ്? ശീത മരുഭൂമി അതുപോലെ തന്നെ ഉഷ്ണ മരുഭൂമി എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പം ശീത മരുഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. എന്താണ്? തണുപ്പുള്ള സ്ഥലങ്ങളിൽ, വർഷം മുഴുവനും മഞ്ഞു മൂടി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള മരുഭൂമികളെയാണ് നമ്മൾ മെയിനായിട്ടും ഒരു ശീത മരുഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ധ്രുവ പ്രദേശങ്ങളിലും ശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ശീത മരുഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്കത് ഡിറൈവ് ഒക്കെ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്നതും വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ഓക്കെ, ഉഷ്ണമരുഭൂമികളിൽ എന്താണ്? പകൽ സമയത്ത് എങ്ങനെയാണ്? പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനിലയുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ എന്ന് പറയുന്നത്. അവിടെ പകൽ സമയത്ത് ഉയർന്ന താപനിലയാണെങ്കിൽ പോലും രാത്രി താപം എന്തായിരിക്കും? അവിടെ വളരെ അത് കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ഉഷ്ണമരുഭൂമിയിൽ ദൈനിക താപാന്തരം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ഉപദ്വീപീയ പീഠഭൂമി എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തിലെ ഏറ്റവും ഹയസ്റ്റ് താപനിലയും ലോവസ്റ്റ് താപനിലയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഈ ഒരു ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഒരു ഉഷ്ണമരുഭൂമികളിൽ എന്തായിരിക്കും? അത് വളരെ കൂടുതലായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കഥയിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ആരാണ്? താർ മരുഭൂമി. ഇന്ത്യയിലെ മരുഭൂമി എന്നൊക്കെ പറയുന്നത് ഏതിനാണ്? നമ്മൾ താർ മരുഭൂമിനെ അല്ലേ പറയുന്നത്. നമുക്ക് അതിന്റെ ഒരു ക്ലോസപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എന്ത് പറയാൻ പറ്റും? ഇതാ താർ മരുഭൂമി എവിടെയാണ് നിൽക്കുന്നത്? ഗുജറാത്ത് നമുക്കറിയാം അല്ലെ. ഗുജറാത്ത് ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്നത്. രാജസ്ഥാൻ, ഇവിടെയാണ് രാജസ്ഥാൻ വരുന്നത്. അപ്പം ഒരു രാജസ്ഥാന്റെ ഒരു 2/3 പോർഷനോളം എന്താണ് വരുന്നത്? ഈ ഒരു താർ മരുഭൂമിയാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ അതിരുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് അതിരുകൾ എന്നുള്ളത്. ഓക്കെ, താർ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്ന
കാണപ്പെടുന്നത് ഇത് ആരാണ്? അത് സത്ലജ് നദീതടമാണ്. ഓക്കെ, വടക്ക് പടിഞ്ഞാറ് നമുക്കറിയാം, ഇത് വടക്ക് പടിഞ്ഞാറായിട്ട് ആരാണുള്ളത്? സത്ലജ് നദീതടമാണ് കാണപ്പെടുന്നത്. ഇത് കിഴക്ക് ഭാഗത്തായിട്ട് ആരാണുള്ളത്? ആരവല്ലി നിരകളാണ്. തെക്ക് ഭാഗത്താണെങ്കിൽ റാൻ ഓഫ് കച്ചും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ പടിഞ്ഞാറ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത് സിന്ധു നദീതടമാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതിരുകൾ കേട്ടോ, താർ മരുഭൂമിയുടെ അതിരുകൾ വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം, കിഴക്ക് ആരവല്ലി നിരകൾ, തെക്ക് റാൻ ഓഫ് കച്ചും, പടിഞ്ഞാറ് സിന്ധു നദീതടവുമാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് അവിടെ ഇങ്ങനെ ഒരു ഫിഗറും കൂടി അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. സ്ഥാനവും വ്യാപ്തിനെ കുറിച്ചിട്ടൊക്കെ, അതായത് താർ മരുഭൂമിയുടെ സ്ഥാനത്തിന്റെയും വ്യാപ്തിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വിശാലമായിട്ടുള്ള ഭൂപ്രദേശമാണ് താർ മരുഭൂമി. ഞാൻ ഒരു പിക്ചർ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ് അല്ലെ, ഏകദേശം അത് ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, എന്താണ് 1.75 കിലോമീറ്റർ ഈ ഒരു താർ മരുഭൂമിയുടെ അത് കാണപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ താർ മരുഭൂമിയുടെ 2/3 ഭാഗവും കാണപ്പെടുന്നത്, ഓക്കെ, 2/3 പോർഷനും കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു രാജസ്ഥാനിലാണ് കാണപ്പെടുന്നത്. ബാക്കി ഭാഗങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഹരിയാനയില്, പഞ്ചാബില്, ഗുജറാത്തിൽ. ഓക്കെ, ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഹരിയാന, പഞ്ചാബ്, ഗുജറാത്തിലൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതോടൊപ്പം വലിയൊരു പോർഷൻ എവിടെയുണ്ട്? രാജസ്ഥാനിലുമുണ്ട്. ഇനി പാകിസ്ഥാനിലും ഈ ഒരു താർ മരുഭൂമിയുടെ ഭാഗങ്ങൾ കാണാൻ പറ്റും. എവിടെയാണ്? സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിൽ. ഓക്കെ, പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിൽ കാണപ്പെടുന്നുണ്ട് നമ്മളുടെ താർ മരുഭൂമിയുടെ തുടർച്ച. ഓക്കെ, അപ്പൊ താർ മരുഭൂമിയുടെ എന്തൊക്കെ പറഞ്ഞു? വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അത് കാണപ്പെടുന്നു. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. അതിൽ 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും കാണപ്പെടുന്നത് ഇന്ത്യയിലാണ്. ആൻഡ് രാജസ്ഥാനിലാണ് ഒരു മേജർ പോർഷൻ കാണപ്പെടുന്നത്. 2/3 പോർഷനാണ് കാണപ്പെടുന്നത്. ആൻഡ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും? രാജസ്ഥാന്, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. ആൻഡ് നമ്മുടെ പാകിസ്ഥാനിലേക്ക് ഉണ്ടോ? ഉണ്ട്. പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിലായിട്ടാണ് നമുക്ക് താർ മരുഭൂമി കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ സ്ഥാനത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു. ആൻഡ് ഇത് രൂപീകരിക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ, അതായത് എങ്ങനെയാണ് ഈ ഒരു താർ മരുഭൂമി വന്നത്, അതുകൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം രാജസ്ഥാൻ, അതായത് താർ മരുഭൂമി പ്രദേശത്തൊക്കെ എന്തായിരിക്കും? മഴ തീരെ കുറവാണ്. എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ മുഖ്യമായിട്ടും മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് എന്ന് നമുക്ക് അറിയുന്നതാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ, ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്ന അറബിക്കടൽ ശാഖയിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. അറബിക്കടൽ ശാഖ എന്ത് ചെയ്യുന്നു? ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ രാജസ്ഥാനിലെ ഉൾപ്രദേശങ്ങളിൽ അത് പ്രവേശിക്കുന്നില്ല. ഓക്കെ, ആ ഒരു കാറ്റ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അറബിക്കടലിന്റെ ആരവല്ലി നിരയുമായിട്ട് സമാന്തരമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ രാജസ്ഥാന്റെ ഉൾഭാഗത്തേക്കൊന്നും ഇത് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ച് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അറബിക്കടൽ ശാഖയുടെ കാര്യം അങ്ങനെയാണ്. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി നോക്കുകയാണെങ്കിൽ ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിര തടഞ്ഞു നിർത്തുന്നു. ഓക്കെ, എല്ലാത്തിലും ഇവിടെ ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്ന ആളാരാണ്? ആരവല്ലി പർവ്വതനിര കാരണമാണ് ഈ അറബിക്കടൽ ശാഖയ്ക്കും രാജസ്ഥാനിലേക്ക് എത്താൻ പറ്റുന്നില്ല, നമ്മളുടെ ബംഗാൾ ഉൾക്കടൽ ശാഖയ്ക്കും എത്താൻ പറ്റുന്നില്ല. ഓക്കെ, അതും അവിടെ തടഞ്ഞു നിർത്താണ് ചെയ്യുന്നത്. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അപ്പൊ നമ്മൾ രൂപീകരണത്തിനെ കുറിച്ചിട്ടും സ്ഥാനത്തിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വീണ്ടും ഒരു ഡിവിഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? മരുഭൂമി അല്ലെ, മരുഭൂമിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ശീത മരുഭൂമി എന്നും അതുപോലെ തന്നെ ഉഷ്ണ മരുഭൂമി എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് താർ മരുഭൂമിനെയാണ്. ഓക്കെ, താർ മരുഭൂമിന്റെ 2 പ്രധാന വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മരുസ്ഥലി എന്നും അതുപോലെ തന്നെ രാജസ്ഥാൻ ബാഗർ എന്നും. ഓക്കെ, മരുസ്ഥലി, രാജസ്ഥാൻ ബാഗർ. മരുസ്ഥലിക്ക് തന്നെ വേറെയും പേരുകളുണ്ട്. വരണ്ട സമതലം എന്നും യഥാർത്ഥ മരുഭൂമി മേഖല എന്നറിയപ്പെടുന്നത് നമുക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? അത് മരുസ്ഥലിയാണ്. ഇനി രാജസ്ഥാൻ ബാഗറിനുണ്ട് പേര് അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം. ഓക്കെ, ഇത് രണ്ടും അറിയപ്പെടുന്നത് എന്താണ്? അത് രാജസ്ഥാൻ ബാഗറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും എടുത്തെടുത്ത് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് നമ്മുടെ മരുസ്ഥലി.
ഓക്കെ. അപ്പൊ മരുസ്ഥലി എന്ന് പറയുന്നത് ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായിട്ടുള്ള തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്ഥലി. ഓക്കെ, ഏതൊക്കെയാണ് തടശിലകൾ? ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായിട്ടുള്ള തടശിലകൾ അങ്ങിങ്ങായിട്ട് ഉയർന്നു നിൽക്കുന്ന മണൽ പരപ്പുകളാണ് മരുസ്ഥലി. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ പ്രദേശങ്ങളിലെ ശരാശരി ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ്. ഓക്കെ, ഓർത്തിരിക്കുക, ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം എങ്ങനെയാണ്? സമുദ്രനിരപ്പിൽ നിന്നും 200 ടു 250 മീറ്റർ വരെയാണ്. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. ഓക്കെ, കിഴക്ക് ഭാഗത്തിന്റെ സവിശേഷത എന്താണ്? അവിടെ കുറെ പാറക്കെട്ടുകളാണ് എങ്കിൽ മണൽക്കൂനകളാണ് പടിഞ്ഞാറ് ഭാഗത്തിന്റെ സവിശേഷത, അതായത് നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ. ഓക്കെ, ആൻഡ് ഇത്തരം മണൽക്കൂലകളെ പ്രാദേശികമായിട്ട് പറയുന്നത് ദ്രിയാൻ എന്നാണ്. ഈ ഒരു ടേം ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും, ഇനി വരുന്ന എക്സാംസിനൊക്കെ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ദ്രിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് താർ മരുഭൂമിയുടെ മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പ്രാദേശികമായിട്ടുള്ള മീൻസ് ആ ഒരു മണൽക്കൂനകളെ പ്രാദേശികമായിട്ട് വിളിക്കുന്ന പേരാണ് ദ്രിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? ഗ്രാനൈറ്റും നൈസും ഷിസ്റ്റും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെ കുറിച്ചിട്ട് അപ്പൊ അവിടെ ഒരു ടേബിളും കൂടി കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് എന്താണ്? ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് തണുത്തുറഞ്ഞ് ഉണ്ടാകുന്നതാണ് ഗ്രാനൈറ്റ്. ഇനി നൈസ് ആണെങ്കിൽ ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപ മർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്നതാണ് നൈസുകൾ. ഓക്കെ, അപ്പൊ ഗ്രാനൈറ്റിൽ നിന്നുണ്ടാവുന്നതാണ് നൈസ്. ഓക്കെ, ഇനി ഷിസ്റ്റ് നോക്കുകയാണെങ്കിലോ മുഖ്യമായിട്ടും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം, അതായത് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ് ഷിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത് പലതരത്തിലുള്ള ശിലകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ഇഗ്നിയസ് റോക്സും സെഡിമെന്ററി റോക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഗ്രാനൈറ്റും നൈസും ഷിസ്റ്റും ഒക്കെ. ഓക്കെ, അപ്പം ഇവിടെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രം കൊടുത്തിട്ടുണ്ട്. ചെറിയ ക്വസ്റ്റ്യൻസ് രീതിയിലൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ആയിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അടുത്ത എന്താണ്? രാജസ്ഥാൻ ഭാഗമാണ്. ആരവല്ലി പർവ്വത നിര വരെ വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ആൻഡ് ഈ പ്രദേശമാണ് രാജസ്ഥാൻ ഭാഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്? ആരവല്ലി പർവ്വതനിര വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ ഏത് ഭാഗമാണ്? കിഴക്കൻ ഭാഗം. ഓക്കെ, അതാണ് നമ്മുടെ രാജസ്ഥാൻ ഭാഗർ എന്ന് പറയുന്നത്. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശത്തിലൂടെ ഒഴുകുന്നുണ്ട്. ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായിട്ടുള്ള തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. അപ്പം രോഹി എന്താണ്? രോഹി എന്ന് പറയുന്നത് എന്താണ്? ഫലഭൂഷ്ടമായിട്ടുള്ള തുരുത്തുകൾ. ഓക്കെ, അങ്ങനെയുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള തുരുത്തുകൾ കൃഷി സാധ്യമാക്കുന്ന ഒന്നാണ് ഈ ഒരു രാജസ്ഥാൻ ഭാഗത്തിലൂടെ ഒഴുകുന്ന ഈ അരുവികൾ എന്നൊക്കെ പറയുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായിട്ടുള്ള ലൂണി പോലും കാലികമായിട്ട് മാത്രമേ നീരൊഴുക്കുള്ള നദിയാവുന്നുള്ളൂ. ഓക്കെ, കാലികമായി മാത്രം നീരൊഴുക്കുള്ള ഒരു നദിയാണ് എന്തെന്ന് പറയുന്നത്? ലൂണി നദി എന്ന് പറയുന്നത്. ആൻഡ് ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് അറിയപ്പെടുന്നത് താലി എന്നാണ്. ഓക്കെ, ഈ ഒരു ടേംസ് ഒക്കെ ഓർത്തിരിക്കുക. എന്താണ്? ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് അറിയപ്പെടുന്നത് എന്താണ്? താലി എന്നാണ്. ലൂണി നദീനെ കുറിച്ചിട്ട് അപ്പൊ അവിടെ ഒരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്ഭവം എവിടുന്നാണ്? അജ്മീറിനടുത്തുള്ള ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്ക് ഉള്ളൂ. ലിഹ്റി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഏത് പദത്തിൽ നിന്നാണ്? ഉപ്പ് നദി എന്നർത്ഥം വരുന്ന ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ ഒരു ലൂണി എന്നുള്ള ഒരു പേര് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അപ്പം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയാണ്? ആരവല്ലി അല്ലെ? ആരവല്ലി പർവ്വതനിരയിലെ അജ്മീറിൽ. ഓക്കെ, അജ്മീറിലുള്ള ആരവല്ലി പർവ്വതനിരയിലാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ പതനം എവിടെയാണ് വരുന്നത്? റാൻ ഓഫ് കച്ചിലാണ് വരുന്നത്. ആൻഡ് ഇത് ടോട്ടൽ ഏകദേശം എത്ര ദൂരം പിന്നിട്ടിട്ടാണ്? 482 കിലോമീറ്ററോളമാണ് അതിന്റെ ഒരു ദൂരം എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള പോഷക നദികൾ എന്ന് പറയുന്നത് സുക്രി, ജവായി ഒക്കെയാണ്, അതേപോലെ ലിഹ്റി. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. ആൻഡ് ലവണവാരി എന്നറിയപ്പെടുന്ന
സംസ്കൃത പദത്തിൽ നിന്നാണ് ഇതിന് ഈ ഒരു പേര് ലഭിച്ചിരിക്കുന്നത്. ലവണവാരി എന്നതിന്റെ അർത്ഥം എന്താണ്? ഉപ്പ് നദി എന്നാണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങളാണ് ലൂണി നദിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ബാക്ക് ടു രാജസ്ഥാൻ ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ, രാജസ്ഥാൻ ഭാഗ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സാമ്പർ തടാകം. ഓക്കെ, സാമ്പർ തടാകം നമുക്കറിയാം രാജസ്ഥാനിലാണ് കാണപ്പെടുന്നത്, ഉപ്പ് തടാകമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമാണ് സാമ്പർ തടാകം. ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് ഈ ഒരു സാമ്പർ തടാകം കാണപ്പെടുന്നത്. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാകാലത്ത് ഗണ്യമായിട്ട് ചുരുങ്ങുന്നു. ദിദ്വാന, സർഗോൾ, കാത്തു ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ രാജസ്ഥാൻ ഭാഗത്തുള്ള മറ്റ് കുറച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള തടാകങ്ങൾ എന്ന് പറയുന്നത്. ഈ തടാകങ്ങളെ ഉപ്പുൽപാദനത്തിനായിട്ട് നമ്മൾ വ്യാപകമായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെയാണ് രാജസ്ഥാൻ ഭാഗറിനെ കുറിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് രാജസ്ഥാൻ ഭാഗറിന്? നമ്മൾ പറഞ്ഞു കിഴക്ക് ഭാഗത്താണ് അല്ലെ, കിഴക്ക് ഭാഗത്ത് ആരവല്ലി പർവ്വതയുടെ കിഴക്ക് ഭാഗത്ത്, താർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള ഒരു അർദ്ധ വരണ്ട സമതലം ആണ് നമ്മളുടെ ഈ ഒരു രാജസ്ഥാൻ ഭാഗർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ ആരവല്ലി പർവ്വതനിരയിലൂടെ ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായിട്ടുള്ള തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന ഒരു തുരുത്തുകളുടെ പേരെന്താണ്? രോഹി എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂണി നദിയാണ് ഈ ഒരു ഭാഗത്ത് കൂടി ഒഴുകുന്ന മെയിൻ ആയിട്ടുള്ള നദി എന്ന് പറഞ്ഞാൽ ലൂണി നദിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് രാജസ്ഥാൻ ഭാഗ പ്രദേശത്ത് ഒത്തിരി ഉപ്പ് തടാകങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സാമ്പർ തടാകം എന്ന് പറയുന്നത്. ആൻഡ് ജയ്പൂരിൽ നിന്നും ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് എത്ര വരുന്നുണ്ട്? 225 ചതുരശ്ര കിലോമീറ്ററോളം ഈ ഒരു ഇതിന് വിസ്തൃതിയും കാര്യങ്ങളൊക്കെ കൈവരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഈ ഒരു രാജസ്ഥാൻ ഭാഗത്തിൽ കാണപ്പെടുന്ന മറ്റ് ഒരു 3 തടാകങ്ങളാണ് ദിദ്വാന, സർഗോള്, കാത്തു. ഓക്കെ, ദിദ്വാന, സർഗോള്, കാത്തു ഒക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള രാജസ്ഥാൻ ഭാഗത്തുള്ള തടാകങ്ങളാണ്. ആൻഡ് ഉപ്പ് ഉത്പാദനത്തിൽ മെയിൻ ആയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു മരുഭൂമി പ്രദേശത്ത്, അതായത് താർ മരുഭൂമിയിലൊക്കെ പല രീതിയിലുള്ള ഭൂരൂപങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഭൂരൂപങ്ങളാണ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് 2 ടൈപ്പ്, ഓക്കെ ഓർത്തിരിക്കുക, 2 ടൈപ്പാണ് മെയിൻ ആയിട്ട് ഭൂരൂപങ്ങൾ നമ്മുടെ ഈ ഒരു താർ മരുഭൂമി പ്രദേശത്തൊക്കെ ഉണ്ടാവുന്നത്. അപരദനം കാരണം, അതുപോലെ തന്നെ നിക്ഷേപം കാരണം. അതായത് അപരദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മണലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു രൂപപ്പെടുന്ന ഒരു ഭൂരൂപങ്ങളെയാണ് നമ്മൾ അപരദന ഭൂരൂപങ്ങൾ. ഓക്കെ, ഒന്ന് പോയിട്ട് മീൻസ് അപരദനം സംഭവിച്ചിട്ട് ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ. നിക്ഷേപണ ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും ട്രാൻസ്പോർട്ട് ചെയ്ത് പോയിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ അടിഞ്ഞുകൂടി ഒരു ഭാഗത്ത് ഉണ്ടാവുന്ന ഭൂരൂപങ്ങൾ, അതിനാണ് നമ്മൾ നിക്ഷേപണ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപരദന ഭൂരൂപങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ആണ് അപരദന ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. ചിത്രത്തിൽ 7.9 ആണ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിലെന്താണ്? ശക്തമായിട്ടുള്ള കാറ്റിനാൽ മണൽത്തരികളൊക്കെ ഇങ്ങനെ നീക്കം ചെയ്യപ്പെട്ടു പോകുന്നതൊക്കെ നമുക്ക് വേണ്ടി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ചുഴറ്റി വീശുന്ന ശക്തമായിട്ടുള്ള കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ എന്ത് ചെയ്യുന്നു? ഇളക്കി മാറ്റിയിട്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയെ നമ്മൾ പറയുന്ന പേര് എന്താണ്? അപവഹനം. ഓക്കെ, അപവഹനം അല്ലെങ്കിൽ എന്ത് പറയും? ഡിഫ്ലേഷൻ എന്ന് പറയും. ഓക്കെ, ഡിഫ്ലേഷൻ അഥവാ അപവഹനം എന്താണ്? കാറ്റിലൂടെ മണൽത്തിരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണ്. ഒരേ ദിശയിൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയുടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ അവിടെ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന ഗർത്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ്. ഓക്കെ, ഡിഫ്ലേഷൻ ഹോളോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ ഉണ്ടാകുന്ന ഗർത്തങ്ങളെ പറയുന്ന പേരാണ് അപവഹന ഗർത്തങ്ങൾ. തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയുടെ ഫലമായിട്ട് കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ അപവഹന പ്രക്രിയയിലൂടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഹോളോസിനെയാണ്. ഓക്കെ, അത് കണ്ടില്ലേ, ഒരു താഴ്ന്ന ഒരു ഗർത്തം പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തമായിട്ട് ഉരസുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന അപരദന പ്രക്രിയയെ നമ്മൾ എന്ത് പറയുന്നു? അപഘർഷണം. അപ്പോൾ ഫസ്റ്റ് വണ് നമ്മൾ എന്ത് പറഞ്ഞു? അപവഹനം പറഞ്ഞല്ലേ, അപവഹനമാണ്. അപ്പൊ മണൽത്തരികളൊക്കെ പോയിട്ടുണ്ടാവുന്നതാണ് അപവഹനം എന്ന് പറയുന്നതെങ്കിൽ മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തമായിട്ട് ഉരസിച്ച് ശിലകൾക്ക് തേയ്മാനം ഉണ്ടാകുന്ന അപരദന പ്രക്രിയ. ഓക്കെ, അതിനെ നമ്മൾ പറയുന്നത്
പറയുന്നത് എന്താണ്? അപഘർഷണം. ഓക്കെ, അപഘർഷണം എന്നാണ് അതിന് പറയുന്നത്. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയുകയുള്ളൂ. അതിനാൽ മരുഭൂമിയിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായിട്ടുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. അത്തരം ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൂൺ ശിലകൾ. ഇതാണ് അതിനൊരു എക്സാമ്പിൾ. ഓക്കെ, കൂൺ ശിലകൾക്ക് എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടേക്കാണ് കൂടുതലായിട്ടും കാറ്റിന്റെ ഒരു പ്രഭാവം ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇവിടെ ഉരസി 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 ഇവിടെ തേയ്മാനം പോലെയൊക്കെ സംഭവിച്ചിട്ടാണ് ഇതിങ്ങനെയായിട്ട് മാറുന്നത്. ഓക്കെ, കൂൺശില പോലെയായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം അതാണ് നമ്മളുടെ അടുത്തത് നിക്ഷേപണ ഭൂരൂപങ്ങൾ. കാറ്റ് അതിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലിപ്പമുള്ള മണൽത്തരികൾ തരംതിരിച്ച് നീക്കുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു. ഇവയാണ് മണൽമേടുകൾ. ഓക്കെ, മണൽമേടുകളാണ് എന്ത് പറയുന്നത്? ഒരു നിക്ഷേപണ ഭൂരൂപം എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? സാൻഡ് ഡ്യൂൺസ് എന്നാണ് പറയുന്നത്. മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽക്കൂനകളാണിവ. താർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ തരം മണൽമേടുകളുടെ ചിത്രങ്ങൾ എവിടെ കൊടുത്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് കാണപ്പെടുന്ന നിക്ഷേപണ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ബർക്കൻസ് എങ്ങനെയാണ്? ചന്ദ്രക്കലാകൃതിയിലുള്ള മണൽമേടുകൾ. ഓക്കെ, ചന്ദ്രക്കല നിങ്ങൾക്ക് ഇത് +1 +2 ഉള്ള ടെക്സ്റ്റിലാണ് ഇത് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ പാരബോളിക് മണൽമേടുകളുണ്ട്, സീഫുകളുണ്ട്, അനുദൈർഘ്യ മണൽമേടുകളുണ്ട്, രേഖീയ മണൽമേടുകളുണ്ട്, വിലങ്ങൽ മണൽമേടുകളുണ്ട്. ഓക്കെ, എന്തൊക്കെ ടൈപ്പാണ്? വിവിധതരം മണൽമേടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ബർക്കൻസ്, പാരബോളിക്, സീഫ്, അനുദൈർഘ്യം, രേഖീയം, വിലങ്ങൽ. ഓക്കെ, ഇനി ഇവിടെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ചെടികൾ നമുക്കറിയാം. മരുഭൂമി ആയതുകൊണ്ട് തന്നെ അധികം ചെടികളും കാര്യങ്ങളും ഒന്നും സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ തന്നെ കുറവായിരിക്കും. ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് മരുപ്പച്ചകളാണ്. മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റു ഭൂഗർഭ ജലസ്രോതസ്സുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത്. ഇവ ഓരോന്നും വലിപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പം മരുപ്പച്ച ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പ്രകൃതിദത്ത നീരുറവകൾ അല്ലെങ്കിൽ ഭൂഗർഭ ജലസ്രോതസ്സുകൾ. ഓക്കെ, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് മരുപ്പച്ചകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇവിടെ സാധാരണയായിട്ട് കൃഷി ചെയ്യപ്പെടുന്നത്, അതായത് മരുപ്പച്ചകളിൽ സാധാരണയായിട്ട് കൃഷിക്ക് കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? പരുത്തി, നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഏതൊക്കെയാണ്? പരുത്തി, നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം. ഇനി ഒരു താർ മരുഭൂമിയിലെ കാലാവസ്ഥയെ കുറിച്ചിട്ട്. ഓക്കെ, വേനൽക്കാലം, ശൈത്യകാലം, മഴക്കാലം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ കാലാവസ്ഥയിലും താർ മരുഭൂമിയിൽ എങ്ങനെയാണ് എന്നാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് വേനൽക്കാലം. ഓക്കെ, മാർച്ച് മാസത്തോടെ താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. അപ്പം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മാർച്ചിലാണ് ആരംഭിക്കുന്നത്. വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമിർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ എന്താ പറയാ ചൂടൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന ഭാഗമാണ് രാജസ്ഥാനിലെ ഈ ഒരു ഭാഗങ്ങൾ, ജയ്സാൽമിറും ബിക്കാനീറും ബാമറും ഒക്കെ. ഓക്കെ, അവിടുത്തെ ദൈനിക താപനില വേനൽക്കാലത്ത് ഏകദേശം എത്രത്തോളമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 40 to 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വരുന്നത്. ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത, ഓക്കെ, ആർദ്രത എന്തായിരിക്കും? മോയ്സ്ചർ. ഓക്കെ, ആർദ്രതയൊക്കെ എങ്ങനെയാണ്? വളരെ കുറവായിരിക്കും. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഉഷ്ണക്കാറ്റ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒന്നാണല്ലേ. ഉഷ്ണക്കാറ്റിൽ ലൂവിനെ കുറിച്ചിട്ട് പഠിക്കാറ്. ഉത്തരേന്ത്യൻ സമതലത്തിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ലൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലൂ ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ആൻഡ് ഈ ഒരു വേനൽക്കാലം എപ്പോഴാണ് അവസാനിക്കുന്നത്? ജൂണോട് കൂടിയിട്ട്. ഓക്കെ, മാർച്ചിൽ ആരംഭിച്ച് ജൂണോട് കൂടിയിട്ടാണ് നമ്മുടെ താർ മരുഭൂമിയിലെ വേനൽക്കാലം ആരംഭിക്കുന്നത്, അവസാനിക്കുന്നത്. ഇനി മഴക്കാലത്തിനെ നോക്കുകയാണെങ്കിൽ ജൂലൈ ടു സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയുടെ മഴക്കാലം. ഓക്കെ, ജൂലൈ ടു സെപ്റ്റംബർ വരെ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ വാർഷിക മഴ വളരെ കുറവാണ്. ആരവല്ലി നിരക്ക് കിഴക്ക് ഏകദേശം 76.2 സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് താർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ എന്ന് പറയുന്നത് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ആരവല്ലി നിരയുടെ കിഴക്ക് ഭാഗത്ത്, ഓക്കെ, കിഴക്ക് ഭാഗത്ത് എത്ര കിട്ടുന്നുണ്ട്? 76.2 സെന്റിമീറ്ററോളം വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും താർ മരുഭൂമിയുടെ പടിഞ്ഞാറ് വശത്ത്, ഓക്കെ, പടിഞ്ഞാറ് വശത്ത് എത്ര മാത്രമേ കിട്ടുന്നുള്ളൂ? 25 സെന്റിമീറ്ററോളം മഴ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഓക്കെ,
ഇനി മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത്, പിൻവാങ്ങൽ കാലം നമുക്ക് അറിയുന്നതാണ്. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ ഒക്കെ കാലത്ത് ഒക്ടോബർ ടു നവംബർ ഇവിടെ മഴ ഗണ്യമായിട്ട് കുറയുന്നു. താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ ഒരു കാലയളവിൽ മഴ തീരെ തന്നെ ലഭിക്കുന്നില്ല. അപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കുറച്ചെങ്കിലും അവിടെ കിട്ടുന്നുണ്ട് മഴയെങ്കിലും. പക്ഷെ നമ്മുടെ ഒക്ടോബർ നവംബർ ആ ഒരു സമയത്ത്, വടക്ക് കിഴക്കൻ മൺസൂണിന്റെ ആ ഒരു സമയത്ത് എന്താണ്, ഈ ഒരു താർ മരുഭൂമിയുടെ പ്രദേശത്ത് തീരെയും മഴ ലഭിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ശൈത്യകാലം നോക്കുകയാണെങ്കിൽ ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ മാസത്തോടെ താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. ഈ കാലയളവിൽ ശരാശരി കുറഞ്ഞ താപനില എന്ന് പറയുന്നത് എത്രയാണ്? 5°C to 10°C വരെയാണ്. 5 to 10°C വരെയാണ് വരുന്നത്. തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, ഉയർന്ന ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ്. ജനുവരിയിൽ ഇവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നു. അപ്പം ഇവിടെ അതിശൈത്യം വരുന്നത് എപ്പോഴാണ്? അത് ജാൻവരിയിലാണ് വരുന്നത്. ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0°C താഴെയായിരിക്കും. ആൻഡ് ഫെബ്രുവരി മാസത്തോടു കൂടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ശൈത്യകാലം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്ര കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വേനൽക്കാലം വരുന്നത്? മാർച്ച് ടു എവിടെ വരെയായിരുന്നു? ജൂൺ വരെയാണ് വരുന്നത് അല്ലെ. മാർച്ച് ടു ജൂൺ വരെ വേനലാണ് വരുന്നതെങ്കിലും മഴക്കാലം വരുന്നത് ജൂലൈ ടു സെപ്റ്റംബർ, നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത്. ആ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കുറച്ചെങ്കിലും മഴയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇനി ഒക്ടോബർ നവംബറിൽ നമ്മുടെ വടക്കിഴക്കൻ മൺസൂൺ സമയത്താണെങ്കിലോ മഴ തീരെ തന്നെ ഇല്ല. ഇനി ശൈത്യകാലം വരുന്നത് ഇവിടെ ഡിസംബർ ടു ഫെബ്രുവരി വരെയാണ്. അതിൽ തന്നെ അതിശൈത്യം വരുന്നത് അതിശൈത്യം വരുന്നത് എപ്പോഴാണ്? അത് നമ്മുടെ ജാൻവരിയിലാണ്. ഇനി 0°C വരുന്നത് രാജസ്ഥാനിലെ ഏതൊക്കെ പ്രദേശങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്? ബിക്കാനീർ, ചുരു, സിക്കാർ ഈ പ്രദേശങ്ങളിലാണ് വരുന്നത്. ഇനി അടുത്തത് കാലാവസ്ഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ എന്താ പറയും? മണ്ണിനെ കുറിച്ചിട്ട് പറയും. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഒരു മണ്ണിനെ കുറിച്ചിട്ട് മാത്രമേ അവിടെ പഠിക്കാനുള്ളൂ. മരുഭൂമി മണ്ണ്, അല്ലെങ്കിൽ അതിനെന്ത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും? വരണ്ട മണ്ണ് എന്ന് പറയാം അല്ലെ. താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായിട്ടുള്ള മണൽ പരിപ്പുകളാണ്. എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ ഒരു മണ്ണിനും അറിയപ്പെടുന്നത്. അപ്പൊ മരുഭൂമി മണ്ണ് എന്ത് ടൈപ്പ് മണ്ണാണ്? മണൽ നിറഞ്ഞ മണ്ണാണ് മരുഭൂമി മണ്ണ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും തവിട്ട് നിറവും മണൽ ഘടനയും ആണ് മരുഭൂമി മണ്ണിനുള്ളത്. തവിട്ട് നിറവും മണൽ ഘടനയുമാണ് ഈ ഒരു മണ്ണിനുള്ളത്. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ ഇവിടെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലവണാംശം വളരെ കൂടുതലാണ് ഈ ഒരു മണ്ണിൽ നമ്മൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മഴ കുറവായതുകൊണ്ട് മണ്ണിന് ക്ഷാരഗുണവുമുണ്ട്. പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ലെങ്കിലും നമ്മളുടെ ജലസേചനവും ഒക്കെ കാരണം നമുക്ക് കുറച്ചെങ്കിലും ഈ ഒരു ഭാഗങ്ങളിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്? കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ മരുഭൂമി മണ്ണിന് വേറെ നമ്മൾ എന്ത് പറഞ്ഞു? വരണ്ട മണ്ണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ മണൽ നിറഞ്ഞ മണ്ണാണ്. മണൽ നിറഞ്ഞ മണ്ണാണ് നമ്മളുടെ ഈ ഒരു മരുഭൂമി മണ്ണ് എന്ന് പറയുന്നത്. തവിട്ട് നിറവും അതുപോലെ തന്നെ എന്തെന്നും പറഞ്ഞു? മണൽ ഘടനയും ആണ് ഇതിനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഒക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ബാഷ്പീകരണ തോത് കൂടുതലാണ്, ലവണാംശം കൂടുതലാണ്, ക്ഷാരഗുണം ക്ഷാരഗുണം എന്തിനുണ്ട്? ഇവിടുത്തെ മണ്ണിനുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മണ്ണിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു താർ മരുഭൂമിയിലെ മെയിൻ ആയിട്ടുള്ള സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ എന്തൊക്കെയാണ്? നമുക്കറിയാം സസ്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാദ്യം വരുന്നത് മുൾച്ചെടികളൊക്കെ അല്ലെ. കള്ളി മുൾച്ചെടികളൊക്കെ ആയിരിക്കും. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് താർ മരുഭൂമിയുടെ പൊതുവായി വളരുന്ന സസ്യങ്ങൾ. വളർച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ, യൂഫോബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ പ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട്. ഓർത്തിരിക്കാം, മുൾച്ചെടീനെ നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ ഒരു ടീംസും കൂടി ഉണ്ട്, ഗം അറബിക് അക്കേഷ്യയും യൂഫോബിയും. ഇനി ജന്തുക്കളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് മരുഭൂമിയിലെ ഒട്ടകം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, ഒട്ടകം അല്ലെ. മരുഭൂമിയിലെ ഒട്ടകമല്ല, മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയുന്നത് ജന്തുക്കളിൽ പ്രധാനമായിട്ടുള്ള ഒട്ടകമാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ഇനം ഉരകങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കൺ, പുള്ളിപ്പരുന്ത് ഇതൊക്കെ തന്നെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ലോകത്ത് തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച ഇതും എവിടെ കാണുന്നുണ്ട്? നമ്മളുടെ ഈ ഒരു മരുഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? മുൾച്ചെടികൾ കാണുന്നുണ്ട്, ഗം എറോബിക് അക്കേഷ്യ, യൂഫോബിയ എന്നീ സസ്യങ്ങൾ കാണപ്പെടുന്നുണ്ട്. ജന്തുക്കളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടുള്ളത് ഒട്ടകമാണ്. അതോടൊപ്പം തന്നെ ഉരകം, തേള്, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാന്, ഫാൽക്കൺ, പുള്ളിപ്പരുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ ബസ്റ്റാർഡും ബ്ലാക്ക് ബക്കും കാട്ടുപൂച്ചയും എല്ലാം എവിടെ വരുന്നുണ്ട്? നമ്മളുടെ ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു കാലാവസ്ഥ, മണ്ണ്, സസ്യജന്തുക്കൾ. അടുത്ത എന്തായിരിക്കും? കൃഷി.
കൃഷിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ആളാണ്. പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളല്ല ഉള്ളത് എന്ന് നമുക്കറിയുന്നതാണ്. ജലസേചനത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുമാണ് കുറേയൊക്കെ കാര്യങ്ങളെങ്കിലും അവിടെ നടക്കുന്നത്. വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമായ വിളകളാണ് ഇവിടെ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. എന്നാൽ ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ പോലും പലപ്പോഴും ഇവിടെ വിളകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ബാജ്റ, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി. ഓക്കെ, ആൻഡ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രധാന കാർഷിക വിളകൾ ഇമ്പോർട്ടന്റ് ആണ് ഇവരൊക്കെയാണ് കേട്ടോ. ബാജ്റ, ജോവർ, ഇത് നമുക്കറിയാം, ചോളം, അതോടൊപ്പം തന്നെ ഗോതമ്പ്, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി, ഇതൊക്കെ എവിടെയുണ്ട്. ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ പ്രധാന ജലസേചന പദ്ധതി അത് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയാണ്. നമുക്കറിയാം ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് അത് രാജസ്ഥാൻ കനാൽ എന്നാണ്. ഓക്കെ, രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുള്ള ആദര സൂചകമായിട്ടാണ് ഇതിന് നമ്മൾ പിന്നീട് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് നെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. ഒക്കെ എവിടേക്കാണ്? ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമറിലൊക്കെ ജലവിതരണം നടത്തുന്നുണ്ട്. ഇനി കുടിവെള്ളം നൽകുന്നത് എവിടേക്കാണ്? പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിലാണ് ഈ ഒരു ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയിൽ നിന്നും കുടിവെള്ളം എത്തുന്നത്. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപാദനം ഗണ്യമായിട്ട് വർദ്ധിച്ചു. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായങ്ങൾക്കും അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി മൃഗപരിപാലനത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇവിടെ നോക്കേണ്ടതായിട്ടില്ല. രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ 10% രാജസ്ഥാനിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം തുടങ്ങിയവ പ്രധാനമായിട്ടുള്ള വളർത്തു മൃഗങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഖനനത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും വരുന്നത് അത് രാജസ്ഥാൻ. നമുക്ക് നമ്മുടെ പല ആഡ്സ് ഉണ്ട്, രാജസ്ഥാൻ മാർബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചാലും മതി. അപ്പൊ കേരളത്തിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന മാർബിളിൽ ഒരു മേജർ പോർഷൻ വരുന്നത് എവിടെയാണ്? രാജസ്ഥാനിൽ നിന്നാണ്. ആൻഡ് രാജസ്ഥാനിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാർബിളാണ് മക്രാന. ഓക്കെ, മക്രാന എന്ന് പറയുന്നത് മക്രാന മാർബിൾ. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് താജ്മഹൽ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് മാർബിൾ ആണ്? അത് ഈ രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ ആണ്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതോടൊപ്പം, അതായത് മാർബിൾ മാത്രമല്ല അവിടെ ഉള്ളത്, വേറെ എന്തൊക്കെയുണ്ട്? ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പുകല്ല്, ഇതിന്റെ ഒക്കെ തന്നെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ശേഖരം കൂടിയാണ് രാജസ്ഥാനിലെ ഈ ഒരു താർ മരുഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഊർജ്ജത്തിലേക്ക് വരുമ്പോൾ, ഊർജ്ജ ഉൽപാദനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് നമുക്കറിയാം വളരെ ചൂടുള്ള സ്ഥലമാണ്. സൂര്യനൊക്കെ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന സ്ഥലമാകുമ്പോൾ അവിടെ എന്ത് വേണം? സോളാർ പാനൽസും കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ മെയിൻ ആയിട്ടും വൈദ്യുതിക്കായിട്ട് ഉപയോഗിക്കുന്നത് അത് സോളാർ പാനൽസ് ആണ്. ഓക്കെ, അവിടുത്തെ അതായത് താർ മരുഭൂമിയിലെ വലിയ തോതിലുള്ള ഊർജ്ജ ഉൽപാദനത്തിനെല്ലാമായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഈ ഒരു സോളാർ പാനൽസ് ആണ്. അതോടൊപ്പം ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനുള്ള, അതായത് ഡീസാലനൈഷന് വേണ്ടിയിട്ടുള്ള ഊർജ്ജം കൂടുതലായിട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഊർജ്ജം കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തിനു വേണ്ടി? ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി വിനോദസഞ്ചാരം, നമുക്കറിയാം രാജസ്ഥാൻ എന്ന് പറയുന്നത് വിനോദസഞ്ചാരത്തിന് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ ഹവാ മഹൽ കണ്ടിട്ടുണ്ടാവും, അങ്ങനത്തെ ദിൽവാര ക്ഷേത്രങ്ങൾ ഒക്കെ, അതെല്ലാം തന്നെ വിനോദസഞ്ചാരമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ കൂടിയാണത്. അതായത് ഇവിടെ തന്നെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്: ഹവാ മഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ടെമ്പിൾ, രണക്പൂർ ജെയിൻ ടെമ്പിൾ. ഇതെല്ലാം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ്. കുറേയൊക്കെ നമുക്ക് ലോജിക് വെച്ചിട്ടും അങ്ങനെ കോമൺ സെൻസ് വെച്ചിട്ടും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അതിൽ കുറച്ച് ഡിവിഷൻസും കാര്യങ്ങളും കുറച്ച് ടേബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം ഈസിയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് കഴിഞ്ഞ പോർഷനും ഈ പോർഷനും കൂടിയൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.